നമസ്കാരം. സാധാരണയായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ല ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഓണററി ഡോക്ടറേറ്റ് യാഥാർത്ഥ്യം എന്താണ് എന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഓണററി ഡോക്ടറേറ്റുകൾ നൽകുന്നതിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നാം കണ്ടിട്ടുണ്ട്. അക്കാദമിക് കോഴ്സ് വർക്ക്, ഗവേഷണം അല്ലെങ്കിൽ പ്രസക്തമായ യോഗ്യതകൾ പോലുമില്ലാതെ നൽകിവരുന്ന ഒരു പദവിയാണിത്. കൗമാരക്കാർ മുതൽ 50 വയസ്സ് പ്രായമുള്ളവർ വരെ ആർക്കും ഇത് ലഭിക്കാം. ഇവ അക്കാദമിക് ബിരുദങ്ങളല്ലാത്തതിനാൽ പ്രായപരിധിയില്ല. എന്നാൽ നിശ്ചിത പ്രായമോ പരിശ്രമമോ വൈദഗ്ധ്യമോ ഇല്ലാതെ ഈ അംഗീകാരം നൽകേണ്ടതാണോ? നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഹൈസ്കൂൾ ഡിപ്ലോമയോ പോലും ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും ഒരു ക്ലാസ് മുറിയിൽ പോയിട്ടില്ലെങ്കിൽ പോലും ഒരു സ്ഥാപനത്തിന്റെ അംഗീകാരം കൊണ്ട് നിങ്ങൾക്ക് ഡോക്ടർ എന്ന് വിളിക്കപ്പെടാൻ കഴിയും. അക്കാദമിക് മെറിറ്റോ നേട്ടമോ ഇല്ലാതെ പോലും ഒരു സർവകലാശാലയിൽ നിന്നോ നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നോ ഈ പദവി ലഭിക്കാം. യഥാർത്ഥത്തിൽ സമൂഹത്തിന് അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കാനാണ് ഓണററി ഡോക്ടറേറ്റുകൾ ഉദ്ദേശിച്ചിരുന്നത്. നേതാക്കൾ, കലാകാരന്മാർ, ശാസ്ത്രജ്ഞർ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയ പ്രതിഭകൾക്കായിരുന്നു ഇത്. എന്നാൽ ഇന്ന് അവ പലപ്പോഴും സ്വാധീനത്തിനോ സംഭാവനകൾക്കോ അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിനോ വേണ്ടി കൈമാറപ്പെടുന്നു. ഇങ്ങനെ നൽകുമ്പോൾ ഈ പദവിയുടെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും ഒരു യഥാർത്ഥ PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടാൻ വർഷങ്ങൾ ചെലവഴിച്ചവർക്ക്. സൗജന്യമായി നൽകുമ്പോൾ ഡോക്ടർ എന്ന പദവി അർത്ഥവത്തല്ല. ഓണററി ബിരുദങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. ബഹുമാനം നേടേണ്ടതാണ്, സൗകര്യത്തിനായി നൽകുന്നതാകരുത്. ഇമ്പോർട്ടന്റ് ഇത് പലപ്പോഴും ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. സർവകലാശാലകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, അറിയപ്പെടാത്ത സംഘടനകൾ എന്നിവ പോലെ ആർക്കും ഇത് നൽകാൻ കഴിയും. ചിലപ്പോൾ നൽകുന്ന സ്ഥാപനം ആരാണെന്നോ അവർ എന്തിനാണ് ഇത് നൽകുന്നതെന്നോ പോലും വ്യക്തമല്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.